നിങ്ങൾ എന്നോ വഴിയരികിൽ കണ്ടുമറന്നൊരു പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ് പിന്നീട് മനോഹരമായ ഒരു റോഡായതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ലോകം മുഴുവൻ മാലിന്യം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു വസ്തുവിനെ കൊണ്ട് ഒരാൾ ഗംഭീരമായ ഒരു റോഡ് പണിതു. തമിഴ്നാട്ടിലെ മധുരയിൽ ജോലി ചെയ്യുന്ന ഒരു കെമിസ്ട്രി പ്രൊഫസർ ഡോക്ടർ രാജഗോപാലൻ വാസുദേവൻ. ഒരു ദിവസം ടിവിയിൽ അദ്ദേഹം ഒരു ചർച്ച കാണുകയാണ്. പ്ലാസ്റ്റിക് വെള്ളത്തിൽ ലയിച്ച് മലിനീകരണം ഉണ്ടാകുന്നു. അത് കേട്ട് അദ്ദേഹം ചിന്തിച്ചു, പ്ലാസ്റ്റിക് ഒരു ഹൈഡ്രോ കാർബൺ അല്ലേ, അപ്പൊ അത് വെള്ളത്തിൽ ലയിക്കില്ലല്ലോ. ആ ചിന്ത അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. തന്റെ സ്കൂൾ ലബോറട്ടറിയിൽ അദ്ദേഹം പരീക്ഷണങ്ങൾ തുടങ്ങി. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബാഗുകൾ, കപ്പുകൾ, കവറുകൾ അങ്ങനെയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിനെ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ലുകളുമായി ചൂടാക്കി മിക്സ് ചെയ്തു. പ്ലാസ്റ്റിക് ഉരുകി കല്ലുകളെ പൊതിഞ്ഞു. അത് പിന്നീട് ബിറ്റുമിനുമായി ചേർത്തപ്പോൾ അത്ഭുതം സംഭവിച്ചു. ഏത് മഴയിലും വെയിലിലും കേടുകൂടാതെ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു മാന്ത്രിക റോഡ്. 2002 അന്നത്തെ പ്രസിഡന്റായിരുന്ന സാക്ഷാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രോത്സാഹനത്തോടെ മധുരയിലെ ത്യാഗരാജർ കോളേജിൽ വെറും 18 മീറ്റർ നീളത്തിൽ അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് റോഡ് പണിതു. 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ആ റോഡ് അധികം കേടുപാടുകളൊന്നുമില്ലാതെ നിലനിൽക്കുന്നു. പ്ലാസ്റ്റിക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചൂടായ കല്ലുകളുടെ കൂടെ ഉരുക്കുക, പിന്നെ അത് ടാറുമായി ചേർത്ത് റോഡ് പണിയുക. അയാളുടെ കണ്ടുപിടുത്തം അത്രയും സിമ്പിളായിരുന്നു. പക്ഷേ അത് ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ മാത്രം പവർഫുള്ളുമായിരുന്നു. വെള്ളം കയറുന്നത് മൂലം ഉണ്ടാകുന്ന തകരാറുകൾ കുറയും, റോഡിന്റെ ആയുസ് ഇരട്ടിയാകും, ബിറ്റുമിന്റെ ഉപയോഗം കുറയും. ഏറ്റവും പ്രധാനമായി നമ്മൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക്കുകൾക്ക് വീണ്ടും ഒരു പുതിയ ജീവിതം ഉണ്ടാവും. 2006 അദ്ദേഹം ഈ സാങ്കേതിക വിദ്യ പേറ്റന്റ് ചെയ്തു. എങ്കിലും യാതൊരു റോയൽറ്റിയും ഇല്ലാതെ അത് സർക്കാരിന് സൗജന്യമായി നൽകി. പിന്നീട് പല സംസ്ഥാനങ്ങളും ഈ രീതി സ്വീകരിച്ചു. 2015 കേന്ദ്ര ഗതാഗത മന്ത്രാലയം പ്ലാസ്റ്റിക് മിശ്രിത റോഡുകൾ നിർമ്മിക്കുന്നത് നിർബന്ധമാക്കി. ഒരു ചെറിയ പ്ലാസ്റ്റിക് കപ്പ് നമ്മൾ കുടിച്ച ശേഷം ഉപേക്ഷിച്ചതാണ്. ആ കപ്പ് പിന്നീട് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് മത്സ്യങ്ങൾക്ക് ഭീഷണിയാകണോ, അതോ നാളെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന റോഡിന്റെ ഭാഗമാകണോ? ലോകം പ്ലാസ്റ്റിക്കിന് ഒരു പ്രശ്നമായിട്ട് കണ്ടപ്പോൾ ഡോക്ടർ വാസുദേവൻ അതിലൊരു പരിഹാരം കണ്ടു. പ്ലാസ്റ്റിക് നമ്മുടെ ശത്രുവല്ല, മറിച്ച് അതൊരു വിഭവമാണ് എന്ന ഒരാളുടെ ചിന്ത ലോകത്തെ മുഴുവൻ മാറ്റി. ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലധികം കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പ്ലാസ്റ്റിക് റോഡുകളുണ്ട്. പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ത്യയുടെ ഭാവിയിലേക്ക് പാതവിരിച്ച അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തെ മാനിച്ചുകൊണ്ട് 2018 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. ജീവിതത്തിൽ നമ്മൾ പലതും ഉപേക്ഷിക്കുന്നു. വെറും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവസരങ്ങൾ, അങ്ങനെ പലതും. പക്ഷേ ഡോക്ടർ വാസുദേവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടതിനെ നോക്കി ദുഃഖിക്കേണ്ട, അതിനെ മാറ്റി ഉപയോഗിക്കാനുള്ള വഴി നോക്കണം. പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിലല്ല, അവയെ പുതുക്കി രൂപപ്പെടുത്തുന്നതിലാണ് യഥാർത്ഥ പരിഹാരം. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.